നമസ്കാരം. 63 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് 2 തവണ CPM-ന്റെ മന്ത്രിയായ 4 തവണ MLA ആയിരുന്ന ജി സുധാകരൻ CPM വിട്ട് പുറത്തു പോകുമ്പോൾ CPM എന്ന പാർട്ടി എന്തിനാണ് ഇത്രയും വിരളി പിടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ തലമുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ, പിണറായി വിജയൻ ഒഴികെ എല്ലാ നേതാക്കളും ജി സുധാകരന് ഫോണിൽ ബന്ധപ്പെടുന്നു, പലരും വീട്ടിലെത്തുന്നു, അനുനയ ശ്രമങ്ങളുമായി ചർച്ചകൾ പുരോഗമിക്കുന്നു. എന്നാൽ വീട്ടിലെത്തിയ ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകളെ തന്റെ വീട്ടിനകത്തേക്ക് കയറ്റാതെ തന്റെ വീടിന്റെ വരാന്തയിൽ ഇരുന്നാണ് സുധാകരൻ ചർച്ച നടത്തിയത് എന്ന് പറയുമ്പോൾ തന്റെ വീടിനകത്തേക്ക് വരെ CPM ആളുകളെ കയറ്റുവാൻ സുധാകരൻ തയ്യാറായില്ല എന്നൊരു ഭാഷ്യം കൂടി വരുന്നു. അതെന്ത് തന്നെയായാലും തലമുതിർന്ന നേതാവായ, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന CPM-ന്റെ ഏറ്റവും സീനിയർ നേതാവായ ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു പോകുമ്പോൾ അത് CPM-നുള്ള അക്ഷരാർത്ഥത്തിൽ തന്നെയുള്ള വെല്ലുവിളി തന്നെയാണ്. തെക്കൻ കേരളത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ചോരയും നീരും നൽകി തന്റെ ജീവിതം തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി നൽകിയത് എന്ന് സുധാകരൻ അവകാശപ്പെടുമ്പോൾ അതിനെതിരെ നിന്ന് സംസാരിക്കുന്ന, ഇന്ന് പിണറായി വിജയന്റെ കങ്കാണികൾ എന്ന് അവകാശപ്പെടുന്ന ആലപ്പുഴയിലെ ജി സുധാകരനെതിരെ നിൽക്കുന്ന പാർട്ടിയുടെ പുത്തൻകൂറ്റ് നേതാക്കന്മാർ സുധാകരന്റെ സ്റ്റഡി ക്ലാസ്സുകളിലൂടെ വളർന്നു വന്ന ആളുകളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇന്നിപ്പോൾ സുധാകരന്റെ തോളിൽ കയറി നിന്ന് സുധാകരന്റെ ചെവി തിന്നുന്ന അവസ്ഥയിലേക്ക്, അഥവാ സുധാകരനെ ചവിട്ടിത്താഴ്ത്തുന്ന രീതിയിലേക്ക് ആലപ്പുഴയിലെ പുത്തൻകൂറ്റ് നേതാക്കൾ വളർന്നിരിക്കുന്നു. പിണറായി വിജയൻ ഒഴികെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി MA ബേബിയും ഉൾപ്പെടെയുള്ള ആളുകൾ സുധാകരനെ അനുനയിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പാളി. കഴിഞ്ഞ ദിവസം സുധാകരൻ പത്രസമ്മേളനം നടത്തി താൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സുധാകരന്റെ പത്രസമ്മേളനം തീരുന്നതിന് തൊട്ട് മുൻപേ തന്നെ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ വർഗവഞ്ചകർക്ക് വോട്ടില്ല, വർഗവഞ്ചകരോട് ക്ഷമിക്കില്ല, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉയരുന്നത് നാം കണ്ടു. അതായത് സുധാകരനെ പ്രതിരോധിക്കുവാൻ വേണ്ടി സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളി നേരിടുവാൻ CPM-ന് ഇന്ന് കരുത്തില്ല. തന്നെയുമല്ല, 1.5 മാസത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന പാർട്ടി പരീക്ഷീണയായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ശക്തമായ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് പാർട്ടിയുടെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും 3.0 ആവർത്തിച്ച് തുടർ ഭരണം നേടുന്നതിന് വേണ്ടി പിണറായി വിജയൻ തലകുത്തിമറിയുന്ന സാഹചര്യത്തിലാണ് പാർട്ടിക്ക് കൃത്യമായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു പോകുന്നതും അമ്പലപ്പുഴയിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പത്രസമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കുന്നതും. ഇത് CPM-ന് ചില്ലറ ക്ഷീണമല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ആലപ്പുഴയിലോ അമ്പലപ്പുഴയിലോ മാത്രമല്ല സുധാകരൻ വിട്ടുപോകുന്നത് കൊണ്ട് CPM-ന് ക്ഷീണമുണ്ടാകുക എന്നുള്ളതാണ് ഇത് CPM നേതാക്കളെ വിരളി പിടിപ്പിക്കുന്നത്. കേരളം ഒട്ടാകെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ സുധാകരന്റെ നിലപാടിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സുധാകരന് പിന്തുണയെ അർപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് പുറത്തു പോകും എന്ന് തന്നെയുള്ള തിരിച്ചറിവാണ് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും MA ബേബിയെയും പോലുള്ള ഇന്നത്തെ CPM-ന്റെ മുതിർന്ന നേതാക്കളെ അലോസരപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുധാകരൻ പാർട്ടിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളികൾ ഒരു കാരണവശാലും പാർട്ടിയെ പരസ്യമായി താൻ വിമർശിക്കില്ല എന്ന് പറയുമ്പോൾ പോലും അഴിമതിക്കെതിരെയാണ് തന്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ ഇന്ന് കൃത്യമായി പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ പാർട്ടിക്കെതിരെ താൻ ശബ്ദിക്കുന്നില്ല, പാർട്ടിയെ വിമർശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സുധാകരൻ പാർട്ടി വിട്ടുപോകുന്നതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതുമെല്ലാം പാർട്ടിക്ക് കൃത്യമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനുനയ ശ്രമങ്ങളുമായി എത്തിയ തന്റെ ബന്ധുക്കൾ അടക്കമുള്ള CPM-ന്റെ സമന്നതരായ നേതാക്കളെ ഉൾപ്പെടെയുള്ള ആളുകളെ തന്റെ വീടിന്റെ വരാന്തയിൽ ഇരുത്തി ചർച്ച ചെയ്യുവാൻ സുധാകരൻ മുതിർന്നത്. അത് പാർട്ടിക്ക് ഉള്ള കൃത്യമായ താക്കീതാണ്, തിരിച്ചടിയാണ്. നിങ്ങളെ എന്റെ വീട്ടിന്റെ അകത്ത് പോലും ഞാൻ ഇനി പ്രവേശിപ്പിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് CPM-ന് സുധാകരൻ അതിലൂടെ നൽകിയത് എന്നാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.
എന്തുകൊണ്ടാണ് പിണറായി വിജയനും CPM-ഉം സുധാകരനെ ഇത്രത്തോളം ഭയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1964 ശേഷം CPM നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ. 1964 CPM-നുണ്ടായ അതേ പ്രതിസന്ധിയാണ് ഇപ്പോൾ സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു പോകുമ്പോൾ CPM-ന് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VS അച്യുതാനന്ദന്റെ കാലത്ത് VS അച്യുതാനന്ദന് വേണ്ടി ആലപ്പുഴയിൽ പാർട്ടി പിടിച്ച അതേ ആള് തന്നെയാണ് പിന്നീട് VS അച്യുതാനന്ദനുമായി ആശയപരമായി തെറ്റിയപ്പോൾ പിണറായി വിജയന് വേണ്ടിയും ആലപ്പുഴയിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി പാർട്ടി പിടിച്ചത് എന്നുള്ള കാര്യം വിസ്മരിക്കത്തക്കതല്ല. അതായത് ആലപ്പുഴയിൽ അത്രത്തോളം വേരോട്ടമുള്ള, ആലപ്പുഴയുടെ മുക്കും മൂലയും ആലപ്പുഴയിലെ ഓരോ സഖാക്കളെയും പേരെടുത്ത് വിളിച്ച് അഭിസംബോധന ചെയ്ത് ഓരോ സഖാക്കളെയും വ്യക്തിപരമായി അറിയാവുന്ന സുധാകരനെ പോലുള്ള ഒരാൾ CPM വിട്ട് പുറത്തുപോയി അമ്പലപ്പുഴയിൽ CPM-ന് എതിരായി എന്ന് വേണം, അല്ലെങ്കിൽ CPM-ന് വെല്ലുവിളിക്കാതെ നിശബ്ദമായി തന്നെ CPM-ന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അത് CPM-ന് വലിയ തലവേദനയാകുന്നു. ആലപ്പുഴയിൽ മാത്രമല്ല, തൊട്ടടുത്ത ജില്ലയായ കൊല്ലം ജില്ലയിലും ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകും. കേരളം മുഴുവൻ അനുരണനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ CPM തിരിച്ചറിഞ്ഞിരിക്കുന്നത്. സുധാകരനെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ CPM-ന്റെ കയ്യിൽ ആയുധങ്ങളില്ല. CPM സുധാകരന് മുന്നിൽ വെട്ടിവിയർത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുധാകരനെ പോലുള്ള മുതിർന്ന നേതാവ്, അതായത് ആലപ്പുഴ എന്ന് പറയുന്ന CPM-ന്റെ ഈറ്റില്ലമായ ആ സ്ഥലത്ത് സുധാകരനെ പോലുള്ള 63 വർഷത്തെ പാർട്ടിയുടെ പാരമ്പര്യമുള്ള, 43 വർഷം പാർട്ടിക്ക് വേണ്ടി സ്റ്റഡി ക്ലാസുകൾ എടുത്ത് പാർട്ടിയെ പ്രോജ്വലമാക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു രക്തസാക്ഷി പോലും തന്റെ കുടുംബത്തിലുള്ള സുധാകരനെ പാർട്ടിയുടെ നേതാക്കൾ സുധാകരന്റെ അച്ഛനെ പോലും വിളിച്ചു എന്നുള്ള വസ്തുത ഞെട്ടിക്കുന്നത് തന്നെയാണ്. സുധാകരൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയതാണത്. പന്തളം NSS കോളേജിൽ പഠിക്കുമ്പോഴാണ് സുധാകരന്റെ അനുജൻ ഭുവനേശ്വരൻ രക്തസാക്ഷിയാകുന്നത്. പന്തളത്ത് ഒരു പട്ടി ചത്താൽ പാർട്ടിക്ക് എന്താണ് എന്ന തരത്തിൽ രക്തസാക്ഷിയായ തന്റെ അനുജനെ പോലും പാർട്ടി വക്താക്കൾ ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും സുധാകരനെ സമാശ്വസിപ്പിക്കുന്നതിനായി അപ്പോൾ യാതൊരു തരത്തിലും ഒരു നീക്കവും പാർട്ടിയുടെ ഒരു നേതാക്കളും നടത്തിയില്ല എന്നുള്ളതും സുധാകരൻ പ്രത്യേകം തന്റെ അനുസ്മരണത്തിൽ എടുത്തു പറയുകയുണ്ടായി. ഇന്നിപ്പോൾ മമ്മൂട്ടി വയനാട്ടിൽ നടത്തിയ ഒരു സന്ദർശനത്തിന് ഒടുവിൽ അവിടെ ജില്ലാ സെക്രട്ടറിയോട് മമ്മൂട്ടി മാറി നിൽക്കാൻ പറഞ്ഞതിനെ തുടർന്ന് മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ മമ്മൂട്ടി പിണറായി വിജയനെ തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു താൻ കൈരളി ചാനലിന്റെ മലയാളം കമ്മ്യൂണിക്കേഷന്റെ ചെയർമാൻ സ്ഥാനം ഉപേക്ഷിക്കുന്നു, പാർട്ടിയുമായുള്ള എല്ലാ ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാളോടും സൗമനസ്യമായി സംസാരിക്കാത്ത, മാപ്പ് പറയാത്ത, ക്ഷമ ചോദിക്കാത്ത പിണറായി വിജയൻ മമ്മൂട്ടിയോട് പരസ്യമായി ക്ഷമ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. ആലപ്പുഴയിൽ പാർട്ടി ചവിട്ടി മെതിച്ച സുധാകരനോട് ഒരിക്കൽ പോലും ക്ഷമ ചോദിക്കുന്നവനോ സുധാകരനെ ഒന്ന് സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പോലും പിണറായി വിജയൻ മുതിർന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു പൊതുപരിപാടിയിൽ എത്തിയപ്പോൾ സുധാകരന്റെ വീട്ടിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള സ്ഥലത്ത് വരെ പിണറായി വിജയൻ വന്നിട്ട് പോലും സുധാകരനെ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മാത്രമല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായി സുധാകരനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടും, അതായത് എളമരം കരീമിന്റെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് അമ്പലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കുറഞ്ഞതിന്റെ ഉത്തരവാദി സുധാകരനാണ് എന്ന് കാണിച്ചുകൊണ്ട് സുധാകരനെ സംസ്ഥാന സമിതിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന ഒരു നടപടി ഉണ്ടായി. ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് സുധാകരനെ തരം താഴ്ത്തിയിട്ട് പോലും എങ്ങനെയുണ്ട് ബ്രാഞ്ചിലെ പ്രവർത്തനം എന്ന് വിളിച്ച് അന്വേഷിക്കുവാൻ പോലും മുതിരാത്ത പല നേതാക്കളുമാണ് ഇന്ന് CPM-ൽ ഉള്ളത് എന്ന് പോലും സുധാകരൻ എടുത്തു പറയുന്നു. മാത്രമല്ല, തന്റെ അച്ഛനെ പോലും ആക്ഷേപിക്കുന്ന തരത്തിൽ പാർട്ടിയുടെ വക്താക്കളിൽ നിന്ന് പരാമർശമുണ്ടായി. രക്തസാക്ഷിയായ തന്റെ അനുജനെ ഒരു പട്ടി പന്തളത്ത് ചത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്താണ് നഷ്ടം, എന്താണ് പാർട്ടിക്ക് ഛേദം എന്നൊക്കെ പറഞ്ഞ് പാർട്ടി നേതാക്കൾ ആക്ഷേപിച്ചപ്പോൾ പോലും ഇന്ന് മമ്മൂട്ടിയോട് മാപ്പ് ചോദിച്ച പിണറായി വിജയൻ, ക്ഷമ ചോദിച്ച പിണറായി വിജയൻ ഒരു സൗഹൃദമായി പോലും സുധാകരനെ ഒന്ന് ഫോൺ ചെയ്ത് പോലും വിളിച്ചില്ല, ഫോണിൽ പോലും വിളിച്ച് സമാശ്വസിപ്പിച്ചില്ല എന്നുള്ളതും സാമൂഹ്യ മധ്യത്തിൽ ഉയരുന്ന വലിയ ആക്ഷേപം തന്നെയാണ്. എന്തായാലും സുധാകരൻ പാർട്ടി വിട്ടു പോകുമ്പോൾ അത് ആലപ്പുഴ ജില്ലയിലോ അല്ലെങ്കിൽ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലോ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് മാത്രമായിരിക്കില്ല. കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ, പിണറായി വിരുദ്ധ വികാരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന അത്തരം ആളുകൾ സുധാകരന് പുറകെ അണിചേരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫലത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരനോടൊപ്പം സുധാകരൻ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ CPM-നെതിരായി അത്തരം
യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് CPM-നെ വിരളി പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബി ഉൾപ്പെടെ ഉള്ള ആളുകൾ സുധാകരനെ അനുനയ ശ്രമവുമായി സുധാകരനെ വിളിച്ചത്, സുധാകരന്റെ വീട്ടിലെത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്തായാലും സുധാകരൻ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് താൻ, നട്ടലുള്ള ചങ്കുറപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് താൻ എന്ന് വീണ്ടും സുധാകരൻ തെളിയിച്ചിരിക്കുന്നു. 2 തവണ മന്ത്രിയായിരുന്നിട്ടും അഴിമതിയുടെ ഒരു കറ പോലും പുരളാത്ത നേതാവാണ് സുധാകരൻ എന്നുള്ളത് പ്രതിപക്ഷ നേതാക്കൾ പോലും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. ഇന്നോളം മന്ത്രിസഭയിൽ ഇരുന്ന അഴിമതിയുടെ കറ പുരളാത്ത മന്ത്രിമാരിൽ ചുരുക്കം ചില ആളുകളാണ് സുധാകരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും അഴിമതിക്കെതിരെയാണ് തന്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ, അതിനുവേണ്ടിയാണ് താൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ താൻ ആരുടെയും പിന്തുണ തേടിയിട്ടില്ല, ആരും തനിക്ക് പിന്തുണയുമായി തൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, എത്തിയിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നു. ഇനി ആരെങ്കിലും പിന്തുണയുമായി വരികയാണെങ്കിൽ അവരുടെ പരിപാടി എന്താണെന്ന് മനസ്സിലാക്കിയ നയപരമായ രീതിയിലുള്ള തീരുമാനം അപ്പോൾ മാത്രമേ താൻ എടുക്കുകയുള്ളൂ എന്ന് വെട്ടിത്തുറന്ന് പറയുന്ന സുധാകരൻ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും CPM-നും എതിരെ തന്നെയാണ്, അല്ലെങ്കിൽ CPM-ന്റെ ഇന്നത്തെ നയവൈകല്യങ്ങൾക്കെതിരെയാണ്, പുത്തൻകൂറ്റ് നേതാക്കളുടെ തെമ്മാടിത്തത്തിനെതിരെ തന്നെയാണ് അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് പാർട്ടിക്ക് നൽകുന്നത്. ആ സന്ദേശം തന്നെയാണ് പാർട്ടിയെ വിരളി പിടിപ്പിക്കുന്നത്. അതായത് യഥാർത്ഥ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സുധാകരനോടൊപ്പം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും അണിചേർന്ന് പുറത്തു പോകും എന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ധാരണ തന്നെയാണ് ഇപ്പോൾ CPM-നെ വിരളി പിടിപ്പിക്കുന്നത്. എന്തായാലും സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ MLA ആയി സുധാകരൻ തിരിച്ച് നിയമസഭയിൽ എത്തും എന്ന് തന്നെ അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമുള്ള ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇത് CPM-ന്റെ അടിത്തറ ഇളക്കും, ആണിക്കല്ലിളക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അക്ഷരാർത്ഥത്തിൽ CPM പിളർപ്പിലേക്കാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.